നമസ്കാരം. അതിസങ്കീർണവും അതിവിചിത്രവുമായ മനുഷ്യജീവിതത്തിൻ്റെ ഏടുകളിലേക്കുള്ള ഒരു എത്തിനോട്ടമായാണ് ഈ എപ്പിസോഡ് ഞാൻ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മനുഷ്യജീവിതം സങ്കീർണമാണ്. നമുക്കാർക്കും വേണ്ടതുപോലെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കൂടെ കിടന്നുറങ്ങുന്ന, നമ്മുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികൾ പോലും യഥാർത്ഥത്തിൽ ആരാണ്, എന്താണ് അവരുടെ ഉള്ളിലിരിപ്പ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പലപ്പോഴും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴായിരിക്കും. അത്തരമൊരു സംഭവം ഈ കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. കാഞ്ഞിരപ്പള്ളിക്ക് സമീപമുള്ള കൂവപ്പള്ളിക്ക് മുമ്പുള്ള കുളപ്പുറം എന്ന സ്ഥലത്ത് ഒരു വീട് വെച്ച് താമസിച്ചിരുന്ന ഇടുക്കി കല്ലാറുകാരിയായ ഷെർലി എന്നു പേരുള്ള ഒരു സ്ത്രീ, അവർക്ക് 45 വയസ്സെന്നാണ് പത്രങ്ങളിൽ പറയുന്നത്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് 49 വയസ്സെന്നാണ്. അവരുടെ മകന് 25 വയസ്സുണ്ട്. ആ സ്ത്രീയും ഏതാണ്ട് 35 വയസ്സുള്ള ജോബ് എന്നു പേരുള്ള കോട്ടയം കുമ്മനം സ്വദേശിയായ ഒരു യുവാവും അതീവ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട വാർത്ത നമ്മളൊക്കെ കേട്ടിരുന്നു. ഞാൻ ആ വാർത്തയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. വളരെ വിചിത്രമായ ഒരു വാർത്തയായതുകൊണ്ടാണ് ഞാൻ അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചത്. ആ വാർത്ത ഇങ്ങനെയാണ്: ഷെർലി എന്ന സ്ത്രീയും ജോബ് എന്ന യുവാവും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് ഈ കുളപ്പുറത്ത്. നേരത്തെ അവിടെ സമീപത്തുള്ള മുക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. 5-8 മാസമായി വീട് വെച്ച് താമസിക്കുന്നു. ഇവർ സഹോദരങ്ങളാണ് എന്നാണ് ഇവർ നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. ഇവരുടെ ഭർത്താവ് വിദേശത്താണെന്നും അതല്ല ഇവരുടെ ഭർത്താവ് മരിച്ചെന്നുമൊക്കെ ഇവർ നാട്ടുകാരോട് പറഞ്ഞിരുന്നു. അങ്ങനെ വലിയ ബന്ധമൊന്നും നാട്ടുകാരോട് ഇല്ല. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഈ ഷെർലിയെ കഴുത്തിൽ മുറിവേറ്റ് കൊല ചെയ്യപ്പെട്ട നിലയിലും ജോബിനെ സ്വയം ജീവൻ ഒടുക്കിയ നിലയിലും കണ്ടെത്തി. ഈ വാർത്ത ലോകത്തെല്ലാം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധു എനിക്കൊരു ശബ്ദരേഖ അയച്ചു. വാസ്തവത്തിൽ ജോബ് അങ്ങനെയൊന്നും ചെയ്യില്ല, ഒരു തെരുവ് നായയെപ്പോലും വേദനിപ്പിക്കാൻ ശേഷിയുള്ള മനുഷ്യനല്ല, അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്, വളരെ ദുരൂഹമാണ് ഇവരുടെ മരണം എന്നായിരുന്നു ഈ അടുത്ത ബന്ധു എനിക്കയച്ച സന്ദേശം. ഞാൻ ആ സന്ദേശം പ്രേക്ഷകരെ ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. ഈ ജോബ് എന്ന് പറയുന്ന ആള് MSc M.Ed കഴിഞ്ഞ് നാട്ടില് ട്യൂഷനായിരുന്നു. ട്യൂഷൻ കഴിഞ്ഞിട്ട് ആള് ഒരു പ്രമുഖ പാലായിലുള്ള എൻട്രൻസ് കോച്ചിങ് സെന്ററിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആലപ്പുഴയിൽ പോയിരിക്കുമായിരുന്നു ആള്. ആലപ്പുഴ ഒരു പ്രമുഖ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ അവിടുത്തെ അധ്യാപക ദിനത്തിന്റെ വീഡിയോ കാണുവാണെങ്കിൽ സാറിന് കാണാം. അത് യൂട്യൂബിലുണ്ട്, ഞാൻ തപ്പിട്ട് അയച്ചു തരാം. ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്നത് ജോബ് സാർ എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ അത്രയ്ക്ക് പിള്ളേരൊരിക്കലും ഇതായിരുന്നു. പിന്നെ ആള് ഭയങ്കര സ്ട്രിക്റ്റും കണിശക്കാരനുമായിരുന്നു. ഈ പുള്ളി ഒരാളെ കൊല്ലത്തില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് തെരുവ് നായകൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അതിന് ആൾക്കാർ കൂടിയിട്ട് ഇടയ്ക്ക് നിർത്തിച്ചായിരുന്നു. എന്ന് വെച്ചാൽ കാണുന്നോടത്തല്ല, പിന്നെ വീട്ടിലോട്ടൊരു കാല് വയ്യാത്ത ഒരു തെരുവ് നായനെ കൊണ്ടുവന്ന് വളർത്തുകയും അങ്ങനെ ഒരു കരുണയുള്ള ഇതാ. പിന്നെ ഇവനെ ഇത് കൊലപാതകം ചെയ്തിരിക്കുന്നത്. അതിന്റെ പിന്നിൽ ആരാന്ന് എനിക്കറിയത്തില്ല. കൊലപാതകം ഇവന്ന് പറയുന്നത് M.Ed പഠിക്കാൻ നേരത്ത് B.Ed MSc ഫിസിക്സ് ആണ് പുള്ളി പഠിച്ചത്. MScക്ക് പഠിക്കാൻ നേരത്ത് 13 പെണ്ണുങ്ങളാണ് നടുക്കൊരാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പിള്ളേരെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ട്യൂഷൻ സെന്ററാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ കോവിഡിന് ശേഷം ട്യൂഷൻ കുറഞ്ഞുകൊണ്ട് പുള്ളി പഠിപ്പിക്കണമെന്നുള്ള രീതിയിൽ ഒരു സാലറി ബേസിൽ എക്സ്പീരിയൻസ് കയറണമെന്നുള്ള ആഗ്രഹം തോന്നി കയറിയതാണ്. ഇതാണ് ഇതിന് പിന്നിൽ. ഈ കൊലപാതകത്തിന്റെ ഇത് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഇതാണ് അവിടെ നിന്നവർ കണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടിരുന്നവര് മോർച്ചറിയിലോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കും കണ്ടവർ പറഞ്ഞു ആരാണ്ട് എടുത്ത് പൊക്കിയ പോലെയുണ്ട്. പിന്നെ ഇത് തൂങ്ങി നിൽക്കുന്നത് കാലുമുട്ട തൂങ്ങി ചാനുള്ള ഇതല്ല. അത് പോലീസുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് ഭാരം കാരണം താഴെ നിലത്ത് മുട്ടിയിരുന്നു. അപ്പം ഇതൊരു കൊലപാതക ഇതാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഒരു വലിയ ഹോൾഡോ ഒന്നും ഇല്ലാത്തവരായത് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാനുള്ള സാലിൻ സാർ ഒന്ന് ഇടപെടുവാണെങ്കിൽ നല്ലതായിരിക്കും. സാമ്പത്തിക ഇടപാട് വല്ലതും കാണുമായിരിക്കും, പക്ഷെ കൊന്നിട്ടില്ല. പക്ഷെ ഇതെന്തോ ഇതിനകത്ത് ആള് നിന്ന് ചതിച്ചു കൊന്നിരിക്കുന്നതാണിത്. ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം കിട്ടിയതുകൊണ്ട് ഈ വാർത്ത ഫോളോ ചെയ്യാൻ ഞാൻ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ച് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയപ്പോഴാണ് എനിക്ക് വളരെ കൗതുകവും അത്ഭുതവും തോന്നിയത്. നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കീർണതയെക്കുറിച്ച്, വൈചിത്ര്യത്തെക്കുറിച്ച് അങ്ങനെ തോന്നിയത്. ജോബ് അദ്ദേഹത്തിൻ്റെ ബന്ധു പറഞ്ഞതുപോലെ നല്ല മനുഷ്യനായിരുന്നു, നല്ല ചെറുപ്പക്കാരൻ, മിടുക്കനായിരുന്നു. MSc M.Ed കാരനാണ്. പാലാ ബ്രില്യൻസിൽ പഠിപ്പിച്ചിരുന്നു. ആലപ്പുഴയിലെ ഒരു പ്രസിദ്ധമായ സിവിൽ സർവീസ് കോച്ചിങ് സെൻ്ററിൽ പഠിപ്പിച്ചിരുന്നു. അവിടേക്ക് വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. അതുമാത്രമല്ല, കോട്ടയം താഴത്തങ്ങാടിയിൽ ഒരു ട്യൂഷൻ സെൻറ്റർ വിജയകരമായി നടത്തിയിരുന്നു. അങ്ങനെ ജോബ് ഒറ്റയ്ക്ക് മുമ്പോട്ട് പോവുകയാണ്. അതിനിടയിൽ യാദൃച്ഛികമായി ഷേർലിയെ കണ്ടുമുട്ടുന്നു. അതിനുശേഷം ജോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ തുടർച്ചയാണ് ഈ ദുരൂഹമായ മരണം. വാസ്തവത്തിൽ ജോബുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, ജോബിന് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോലും ഒന്നും അറിയില്ലായിരുന്നു. ജോബ് ആരോടും പറഞ്ഞിരുന്നില്ല. എന്തിനേറെ ഷേർലിയുടെ കഥയും അങ്ങനെ തന്നെ.
ഞാൻ വളരെ ആധികാരികമായി ഈ വിശദാംശങ്ങൾ അന്വേഷിച്ചപ്പോൾ സങ്കടത്തോടെ നിരാശയോടെ ചില വിവരങ്ങൾ അറിയാൻ സാധിച്ചു. ഒന്നാമത്തേത്, ഷെർലി സാമാന്യം ഭേദപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്നയാളാണ്. സാമ്പത്തിക നിലയൊന്നും അത്ര മോശമായിരുന്നില്ല. ഷെർലിയുടെ വിവാഹത്തോടെ ജീവിതം താറുമാറായി. ഭർത്താവ് ഒരു മുഴുക്കുടിയനായിരുന്നു. പിന്നീട് ഭർത്താവ് ലിവർ സിറോസിസ് വന്ന് മരിച്ചു. മരിച്ചത് അടുത്ത കാലത്താണ്. 1 വർഷം പോലും ആയിട്ടില്ല ഭർത്താവ് മരിച്ചിട്ട്. അങ്ങനെ കുടുംബജീവിതത്തിൽ വലിയ താളപ്പിഴകൾ ഉണ്ടായപ്പോൾ ഷെർലി ദുരൂഹമായ മറ്റൊരു ജീവിത വഴി തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് ഒരു മസാജ് പാർലറിൽ വെച്ച് ഈ ജോബും ഷെർലിയും തമ്മിൽ ആദ്യം കണ്ടുമുട്ടുന്നത്. പലരും പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുമുട്ടിയ ആളല്ല. വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഷെർലിയുടേത്. ഷെർലി ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ മിടുക്കിയാണ്. ഷെർലിക്ക് പല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ സംഭവിച്ച പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിലൊക്കെ ഷെർലി ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിച്ചെടുത്തു. അവരോടൊക്കെ ഒരുമിച്ച് ടൂർ പോകുമ്പോഴൊക്കെ ഷെർലിയാണ് വലിയ തോതിൽ ചെലവെടുത്തിരുന്നത്. ഷെർലി ഒരു ബിസിനസ്സുകാരിയാണ് എന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നതും എല്ലാവരും വിശ്വസിച്ചിരുന്നതും. അക്കൂട്ടത്തിൽ ഒരാൾക്ക് വീട് വെച്ചതിൻ്റെ വകുപ്പിൽ ഏതാണ്ട് 10-15 ലക്ഷം രൂപ ഇപ്പോഴും ഷെർലി കൊടുക്കാനുണ്ട്. അങ്ങനെ എല്ലാവരോടും സൗഹൃദം പുലർത്തുന്ന ഷെർലിക്ക് മറ്റൊരു മുഖമുണ്ടായിരുന്നു. അത് പക്ഷെ അതീവ രഹസ്യമായിരുന്നു. അതായിരുന്നു ഷെർലിയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെച്ചാണ് ഷെർലിയെ ജോബ് കണ്ടുമുട്ടുന്നതും സൗഹൃദം സ്ഥാപിക്കുന്നതും. ഷെർലിയുടെ ദയനീയമായ ജീവിത കഥകൾ കേട്ട് ജോബ് ഷെർലിക്കൊരു ജീവിതം കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് താമസിക്കുന്നു. അങ്ങനെയാണ് ജോബ് തൻ്റെ താഴത്തങ്ങാടിയിലെ ലാഭകരമായി പോയിരുന്ന ട്യൂഷൻ സെൻറ്റർ പോലും അടച്ചുപൂട്ടി ഷെർലിക്കൊപ്പം ജീവിതം ആരംഭിക്കുന്നത്. ഷെർലിയുടെ സ്വഭാവത്തെക്കുറിച്ച് ധാരണയുണ്ടെങ്കിലും ശരിയായി വരുമെന്ന് കരുതി. കാരണം വല്ലാത്തൊരു സഹതാപവും സ്നേഹവും പ്രണയവും ഷെർലിയോട് ജോബിനുണ്ടായി. അത്ര കൺവിൻസിംഗ് ആയിരുന്നു ഷെർലിയുടെ പെരുമാറ്റവും ഇടപെടലും. ജോബ് മിടുക്കനാണ്, ബുദ്ധിമാനാണ്, നല്ല അധ്യാപകനാണ്. പക്ഷേ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു. സൗഹൃദങ്ങൾ കുറവായിരുന്നു. ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധാലുവായിരുന്നു. അങ്ങനെ ഈ ഷെർലിയുടെ മുമ്പിൽ എത്തപ്പെട്ടതോടെ ഷെർലിക്ക് ജോബിനെ നന്നായി കൺവിൻസ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്നാണ് കുളപ്പുറത്ത് സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നത്. അതിനുവേണ്ടി ജോബ് വലിയ തോതിൽ തൻ്റെ സമ്പാദ്യം മുടക്കി. പക്ഷെ വീട് പണിതത് ഷെർലിയുടെ പേരിലായിരുന്നു. ഇതിനിടെ യാദൃച്ഛികമായി ഒരു ദിവസം വീട്ടിൽ വരുമ്പോൾ ജോബ് അരുതാത്ത ചില കാഴ്ചകൾ കാണുന്നു. അത് ജോബിനെ മാനസികമായി ആകെ തകർത്തു. ഇക്കാര്യം ജോബ് ഷെർലിയുടെ മകനടക്കം വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിക്കുന്നു. മകൻ ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലത്ത്, ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് പറയുന്നില്ല, പിതാവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് താമസം. ജോബ് വളരെ നിരാശനായി. ഷെർലിയോട് ഇത്രയും പ്രണയം കൊടുത്തിട്ട്, ഷെർലിയോടൊപ്പം ജീവിച്ചിട്ട്, തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചിട്ട് ഷെർലി എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നത് ജോബിനെ വല്ലാതെ അലട്ടി. ഒടുവിൽ ഷെർലിയുടെ മകനും ജോബും കൂടി ഒരു തീരുമാനത്തിലെത്തുന്നു. ഷെർലിയെ എറണാകുളത്ത് കളമശ്ശേരിയിൽ ഒരു കൗൺസിലിംഗ് സെൻറ്ററിൽ കൊണ്ടുപോവുക. അങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. എന്നാൽ അവിടെ ചെന്ന് അഡ്മിറ്റ് ചെയ്യുകയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഷെർലി ബഹളം വെച്ചു. പോലീസ് വന്ന സാഹചര്യമുണ്ടായി. കളമശ്ശേരി പോലീസ് ഇടപെട്ടു. ഒരുമിച്ചിനി പോവണ്ട എന്ന് പറഞ്ഞ് പിരിച്ചുവിടുന്നു. ഇതിനു മുമ്പ് തന്നെ ഇവർ തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരുന്നു. ഈ ജോബ് ഷെർലിയുടെ പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ഷെർലി ആള് ശരിയല്ല എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഭിന്നതയുണ്ടായിരുന്നു. ഷെർലി അവിടെ ഒരു ബിസിനസ്സുകാരി എന്ന നിലയിൽ വലിയ പേരുണ്ടാക്കിയെടുത്തിരുന്നു. അവിടെയാണ് ജോബിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നതും അത് ഭിന്നിക്കുന്നു. ഇത് തമ്മിലുള്ള പ്രശ്നമുണ്ടായി. ഇതോടുകൂടി ഏതാണ്ട് പിരിയാമെന്ന അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ ജോബിന് ഷെർലിയോടുള്ള പ്രണയം വേണ്ടെന്ന് വെച്ച് പോകാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ കളമശ്ശേരിയിൽ ഭിന്നതയുണ്ടായതോടെ പോലീസ് രണ്ടായി വിട്ടു. ജോബും ഷെർലിയുടെ മകനും ഒരു ടാക്സി പിടിച്ച് കുളപ്പുറത്തേക്ക് പോന്നു. കുളപ്പുറത്ത് നിന്ന് ഷെർലിയുടെ മകൻ ഇടുക്കിയിലെ വീട്ടിലേക്ക് പോയി. ഷെർലി ആവട്ടെ കാർ ഓടിച്ച് വീണ്ടും ഇവിടേക്ക് തന്നെ എത്തി. അന്ന് വൈകുന്നേരം ഇവർ തമ്മിൽ തർക്കമുണ്ടാവുന്നു, ബഹളമുണ്ടാവുന്നു. ഒടുവിൽ സഖിയെക്കെട്ട് ജോബ് ഷെർലിയെ വധിക്കുന്നു. അതിനുശേഷമാണ് ജോബ് മരണം തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതിനപ്പുറത്തേക്കൊരു ദുരൂഹതയും ഇല്ല എന്ന് പോലീസ് തീർത്തു പറയുന്നു. പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന നമ്മൾ വീണ്ടും പരിശോധിക്കുമ്പോൾ അത് തന്നെയാണ്. ഷെർലിക്ക് ഒരു ഡബിൾ ലൈഫ് ഉണ്ടായിരുന്നു. ആ ലൈഫ് തന്നെയാണ് ഷെർലിയെ നാശത്തിലേക്ക് നയിച്ചത്. ഒറ്റപ്പെട്ട് ജീവിച്ച ജോബിനാവട്ടെ ഷെർലിയോട് ഒടുങ്ങാത്ത ഇഷ്ടവുമായിരുന്നു. അതാണ് ഇരുവരുടെയും മരണത്തിൽ കലാശിച്ചത്. അതിനുശേഷം 1-2 ദിവസം കഴിഞ്ഞപ്പോൾ സമീപത്തുള്ള ചെറുപ്പക്കാരൻ മരിച്ചത് ഈ ദുരൂഹതയുടെ ആക്കം കൂട്ടിയിരുന്നു. ആ ചെറുപ്പക്കാരൻ ഈ ജോബിൻ്റെയും ഷെർലിയുടെയും ഇൻക്വസ്റ്റ് സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ദുരൂഹതയുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ ഒരു ദുരൂഹതയുമില്ല. സമീപത്ത് മരിച്ച ചെറുപ്പക്കാരൻ്റെ അപ്പനും അമ്മയും ഇതുപോലെ തന്നെ സ്വയം ജീവനൊടുക്കിയവരാണ് എന്ന് പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു.
വളരെ വിചിത്രവും ദുരൂഹവുമാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് തെളിയിക്കുകയാണ് ഷെർലിയുടെയും ജോബിൻ്റെയും കഥ. നമുക്ക് ചുറ്റിനുമുള്ള നമുക്ക് നന്നായി അറിയാവുന്നവർ പോലും നമ്മൾ വിചാരിക്കുന്നവർ ആവണമെന്നില്ല. ഓരോ വ്യക്തിക്കും ഓരോ ഇഷ്ടങ്ങളും ഓരോ മുൻഗണനകളുമാണ്. ആ മുൻഗണനകളെ അവർ എന്തു സാഹചര്യമുണ്ടെങ്കിലും കൈവിടുകയില്ല. അതിൻ്റെ ഒടുവിൽ സംഭവിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ അകാലത്തിലുള്ള ദുരൂഹമരണം. ഷെർലിയുടെയും ജോബിൻ്റെയും വിചിത്രമായ ജീവിതത്തിന് തിരശ്ശീല വീണിരിക്കുന്നു. അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കാം.